ഈ അധ്യാപിക ആശ ടീച്ചർ സൈബർ സെല്ലിലേക്ക് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇന്നലെ വർഷം ജയിലിൽ ഉറപ്പായും ഞങ്ങൾക്ക് വാക്ക് തരികയാണ്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ ആദ്യം ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ പോയത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ആരാണോ കുറ്റക്കാരെന്ന് നമുക്ക് നിയമപരമായി തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മാനേജ്മെന്റ് കമ്മിറ്റി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമപരമായി തെളിയുന്നവരെ കാത്തു നിൽക്കാന്ന് പറയുന്ന ഒരു ശരിയായ സമീപനമാണ്. പ്രാഥമികമായ നടപടി ഇത്രയധികം പ്രതിഷേധങ്ങൾ അടക്കം ഉയർന്ന പ്രാഥമികമായി ഉടനെ തന്നെ ചർച്ച ചെയ്ത് വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യും. അപ്പം നമ്മൾ അതന്നെയാണ് നമ്മളിപ്പോൾ പെട്ടെന്നൊരു കാര്യം ഉടനെ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു കുറച്ച് സമയം വേണമല്ലോ. അല്ല അതന്നെയാണ് ഇപ്പൊ നമ്മള് അല്ല അതിൽ എന്താണ് പറഞ്ഞാൽ ആധികാരികമായി സ്കൂളിലെ മാനേജർ പുറത്താണ്. അപ്പൊ ഞാൻ വൈസ് പ്രസിഡന്റാണ് സ്കൂളിന്റെ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം വന്നതിന് ശേഷം ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിന് നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് പിരിയുള്ളൂ. അതുവരെ ഞാൻ വേറൊരു കാര്യം പറയാം. അതുവരെ സ്കൂളിൽ തുടർന്ന് പോകാൻ നിങ്ങൾ കരുതരുതല്ലേ? അത് തെറ്റാണ്. നടപടി എടുക്കുന്നതുവരെ ഞാൻ പറയും ഇന്നത്തെ മറ്റേ 24 മണിക്കൂർ സമയമുണ്ട്. ഇന്നിപ്പോ ഇത്ര സമയമായിട്ട് ഇതിന് ഞാൻ നടപടി എടുക്കാൻ നിങ്ങൾ അടിയന്തരമായി മാനേജർ തന്നോ അത് തീരുമാനിച്ചു തരും. ഒരു അധ്യാപകനല്ല, ഒരു അധ്യാപികയല്ല, ആരൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കണം. അവർക്കെതിരെ സസ്പെൻഷൻ വേണം. അതുവരെ ഞങ്ങൾ ഇവിടെ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഇവിടെ പിരിഞ്ഞു പോകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ല നമ്മൾ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുള്ളൂ. വിഷയത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം നടപടി ഉണ്ടാകുമെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ ഇപ്പോൾ പറയുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ സ്കൂളിലെത്തി പ്രതിഷേധിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധികൾ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. കൂടിയാലോചനയ്ക്ക് ശേഷം അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പാണ് ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധി നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ ഷംനയുണ്ട് വിവരങ്ങളുമായി. ഷംന, വിശദാംശങ്ങൾ. പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിലാണ് 14-കാരൻ ആത്മഹത്യ ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥിയാണ്. വലിയ പ്രതിഷേധം ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.